നമ്മുടെ യൂണിവേഴ്സ് ഒരു സാധനത്തിന് ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ പേരാണ് ലൈറ്റ് സ്പീഡ്. ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ലൈറ്റ്. ഈ ലൈറ്റിന്റെ സ്പീഡിന് ഒരു കുഴപ്പമുണ്ട്, അത് ഫൈനൈറ്റ് ആണ്. അതായത് ലൈറ്റിന്റെ സ്പീഡാണ് നമ്മുടെ യൂണിവേഴ്സിലത്തെ ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന് സ്പീഡ് കൂടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 1950 തുടങ്ങി നമ്മൾ ഒരുപാട് സ്പേസ് ക്രാഫ്റ്റ് സ്പേസിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് ഏറ്റവും ഫർദർ ആയിട്ട് പോയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് വോയേജർ 1 എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിന്റെ പേരാണ് ആൽഫ സെഞ്ചുറി. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം 4.4 ലൈറ്റ് ഇയർ ദൂരത്താണ് നമ്മുടെ ഭൂമിയുടെ അടുത്തുനിന്ന്. വോയേജർ 1 ഇവിടുന്ന് ആൽഫ സെഞ്ചുറി വരെ ഇപ്പോഴത്തെ ആ ഒരു സ്പീഡിൽ പോകണമെങ്കിൽ ഏകദേശം 70,000 വർഷങ്ങൾ എടുക്കും. അതിപ്പോ വോയേജർ 1 ലൈറ്റിന്റെ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഏകദേശം 4.4 വർഷങ്ങൾ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ യൂണിവേഴ്സിന്റെ സ്പീഡ് ലിമിറ്റ് ആണ് ശരിക്കും ലൈറ്റിന്റെ സ്പീഡ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ലൈറ്റിന്റെ സ്പീഡിൽ ഒരു സംഭവത്തിന് പോകാൻ കഴിയില്ല. ഓക്കെ, അതായത് ഒരുപാട് ലോസ് ഈ ഒരു സംഭവത്തിന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ടാക്കിയോൺസ്. ഓക്കെ, ഇതിന് ഈ ഒരു പേര് നിങ്ങൾ മിക്കവാറും എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റിനും ഒരു സാധനത്തിനും തിയറിറ്റിക്കലിയോ എക്സ്പെരിമെന്റലിയോ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇനി സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിച്ചു, അതായത് ലൈറ്റിന്റെ സ്പീഡിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ ആ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻഫിനിറ്റിയിലോട്ട് പൊക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ സംഭവത്തിന്റെ മാസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് ആ സംഭവത്തിന് ലൈറ്റിന്റെ സ്പീഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ട എനർജി ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? മാസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് ആ സംഭവത്തിന് ലൈറ്റിന്റെ സ്പീഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിയും ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇത് കൂടാണ്ട് 1-2 സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് പോകുമ്പോൾ അതിന്റെ മാസ് ഇൻഫിനിറ്റ് ആവും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് കുറഞ്ഞ് 0 ആയിട്ട് മാറും. ഓക്കെ, മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞ് 0 ആയിട്ട് മാറും. ഓക്കെ, അതാണ് ശരിക്കും ഒരു ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു സംഭവത്തിന് ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്യാനും പറ്റില്ല, അത് നമ്മുടെ ലോസ് അലോ ചെയ്യില്ല. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, സപ്പോസ് ഒരു ലോകം ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ എല്ലാ സംഭവവും ലൈറ്റിന്റെ സ്പീഡിലാണ് മിനിമം ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാ സംഭവത്തിന്റെ സ്പീഡിന്റെ മിനിമം എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. നമ്മുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിന്റെ മാക്സിമം സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡ്. അപ്പോൾ ഈ ലോകത്തിലത്തെ മിനിമം സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോകം ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞാൽ, ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ ഏറ്റവും സ്ലോവസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. ഈ ലോകത്തിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. നമ്മളെല്ലാവരും ഇപ്പൊ നിൽക്കുന്ന ലോകത്തിന്റെ സമയം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ ലോകത്തില് സമയം പുറകോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ലോകത്തിലത്തെ ഏറ്റവും സ്ലോവസ്റ്റ് സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഈ ലൈറ്റിന്റെ സ്പീഡിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ മാസ് ഇൻഫിനിറ്റി ആവുന്നത് കൊണ്ട് ആ ഒബ്ജക്റ്റിന് ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ട എനർജി ഇൻഫിനിറ്റ് ആവുന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ ഒരു ലോകത്തില് ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് ലൈറ്റിന്റെ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി വേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ലൈറ്റിന്റെ സ്പീഡിൽ പാർട്ടിക്കിൾസ് ഉള്ള ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഒറ്റയടിക്ക് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും ഇല്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പേര് ടാക്കിയോൺസ് എന്നാണ്. അതായത് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ടാക്കിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്കിയോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ടാക്കിയോൺസ് എന്ന് പറയുന്ന സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൈറ്റിന്റെ സ്പീഡിലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോ സപ്പോസ് ലൈറ്റിന്റെ സ്പീഡിൽ ഒരു സംഭവത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫിസിക്കലി നമുക്ക് അത് എങ്ങനെയായിരിക്കും, നമ്മളത് എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു എക്സ്പെരിമെന്റിലൂടെ പറഞ്ഞുതരാം. ഇത് ശരിക്കും നടത്തിയെടുത്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് ഞാൻ ഇത്രയും നേരം പറഞ്ഞു നമുക്ക് ഒരിക്കലും ലൈറ്റിന്റെ സ്പീഡിൽ പോകുന്ന ഒരു സംഭവത്തിനെ ഒരിക്കലും ഉണ്ടാക്കാനും പറ്റില്ല. അത് തിയറിറ്റിക്കലിയും പറ്റില്ല, എക്സ്പെരിമെന്റലിയും പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്ന് അറിയാം, നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും, സ്ലോ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലൈറ്റ് വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേനും അത് ബെൻഡ് ചെയ്യുന്നുള്ള കാര്യം, അത് റിഫ്രാക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം.
ഓക്കെ. അപ്പോൾ ഇത് സംഭവിക്കാൻ കാരണം ലൈറ്റിന്റെ സ്പീഡ്, അതായത് എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡും വെള്ളത്തിൽ പോകുന്ന ലൈറ്റിന്റെ സ്പീഡും വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫിനോമിനൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ഒരു മീഡിയമാണ്, എയർ ഒരു മീഡിയമാണ്, ഗ്ലാസ് ഒരു മീഡിയമാണ്. അങ്ങനെ പല മീഡിയത്തിലും ലൈറ്റിന് പോകാൻ പറ്റുന്ന സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും സ്ലോ ആയിട്ട് ലൈറ്റ് പോകുന്ന ഒരു മീഡിയമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ സാധാരണ ഡയമണ്ട്സിൽ ആണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ലൈറ്റ് പോകുന്ന മീഡിയം എന്ന് പറയുന്നത് സ്പേസ് ആണ്. അത് വാക്യൂമിലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ലൈറ്റ് പോകുന്നത്. അപ്പോൾ ഈ ഡയമണ്ടിന്റെ അകത്ത് വാക്യൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് പോകുന്നത് വെറും 40% സ്പീഡിൽ മാത്രമാണ്. ഓക്കെ. അപ്പൊ അത്രയും സ്ലോ ആയിട്ടാണ് ലൈറ്റ് ഡയമണ്ടിനകത്തോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ലൈറ്റിനെ സ്ലോ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്പീഡിൽ, അതായത് ലൈറ്റിന്റെ 40% സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? അതായത് നമ്മൾ ലൈറ്റിന്റെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു പാർട്ടിക്കിൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളിനെ ഈ ഒരു ഡയമണ്ട് മീഡിയത്തിന്റെ അകത്തോടെ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ്ലി ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതല്ലേ? ലൈറ്റിന്റെ 40% സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ഹ്യൂമൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ എക്സ്പെരിമെന്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് എവിടെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ നല്ല ഹൈ സ്പീഡിൽ പാർട്ടിക്കിൾ ആക്സിലറേഷൻ വഴി നമ്മൾ ലൈറ്റിന്റെ ഏകദേശം 60-70% സ്പീഡിലൊക്കെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഈ ഒരു പാർട്ടിക്കിൾ ഞാൻ ഈ ലൈറ്റ് 40% മാത്രം പോകുന്ന ഈ മീഡിയത്തിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ ലൈറ്റിനേൽ സ്പീഡിലല്ലേ ആ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടത്? അതായത് ലൈറ്റിനേൽ സ്പീഡിലുള്ള സംഭവം അല്ലേ അവിടെ പോയത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു മീഡിയത്തിൽ ലൈറ്റിനേൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസ് ആണ് കടന്നുപോയത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള ഒരു സ്പീഡാണ്. അപ്പോൾ സൗണ്ടിനേല് സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സോണിക് ഭൂമിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഒച്ച ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര സൗണ്ട് ആയിരിക്കും ഒരൊച്ചയ്ക്ക്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് വിറ്റ്നസ് ചെയ്യുന്നത് ഫൈറ്റർ ജെറ്റ് സൗണ്ടിന്റെ സ്പീഡിനേൽ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ഒരു തരത്തിലുള്ള ഒരു ഫോഗ് പോലത്തെ ഒരു ഫിനോമിനൻ അവിടെ സംഭവിക്കുകയും അവിടെ ഒരു സോണിക് ബൂം എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കാൻ പറ്റും. ഇത് സംഭവിക്കുന്നത് നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ്, അതായത് ആ വേവ്സിന്റെ സ്പീഡിൽ കൂടുതൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമ്മൾ ഈ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസിനെ നമ്മൾ കടത്തി വിട്ടപ്പോൾ ഇവിടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് പോലെ ഇങ്ങനെ വന്നു. അതായത് സൗണ്ടിന്റെ കേസിൽ ഒരു സോണിക് ബൂം വന്നെങ്കിൽ ഇവിടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് പോലത്തെ ഒരു സംഭവം വന്നു. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഷ്രിങ്കോ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തൊക്കെ ഈ ഒരു പേര് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി മനസ്സിലായത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 50% നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സയൻസ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അത് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്തിട്ട് മര്യാദ പറയാനാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് ഈ വീഡിയോയിൽ ഇത് പറയാൻ നോക്കിയത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സ് ടീച്ചേഴ്സിനൊക്കെ ശരിക്കും കളിപ്പിക്കാൻ പറ്റും. വേറൊന്നുമില്ല, ഞാൻ ഈ കാര്യത്തിനെ പറ്റി ഒരാളുടെ അടുത്ത് 1 മണിക്കൂർ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല. അത് ചിലപ്പോൾ അയാൾക്ക് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിലും ഈ ഒരു സംഭവം മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് നല്ല രസമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളൊക്കെ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സ്പീഡുള്ള ലൈറ്റാണ് ഇപ്പം എൻ്റെ മോദിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡിനെ തോപ്പിച്ചിട്ട് ലൈറ്റിന്റെ സ്പീഡുള്ള ഒരു സംഭവം ആ ഒരേ മീഡിയത്തിൽ നിന്നാണ് ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു സംഭവത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, അതിനെപ്പറ്റി കിട്ടും. അതായത് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നതിന് അങ്ങനെയാണ്. ഇതൊരു സയൻസ് എക്സ്പെരിമെന്റേഷൻ ടൂളാണ്. അതായത് ഒരു പാർട്ടിക്കിൾ ഇത്ര ഹൈ സ്പീഡിൽ എന്തൊക്കെയായിരിക്കും അതിനുണ്ടാവുന്ന ചേഞ്ചസ്, അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ശരിക്കും പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ ആ വീഡിയോയിൽ കുറെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താണ് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇലോബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്.
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമന്റോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.